الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم أعنا على ذكرك وشكرك وحسن عبادتك اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها شيخ الإسلام محمد بن عبد الوهاب رحمه الله അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം അവസാനമായി എത്തിച്ചേർന്നിട്ടുള്ള അധ്യായം ബാബു തഫ്സീരി തൗഹീദ് വശഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അധ്യായമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്, അതിന്റെ വിശദീകരണം അത് പറയുന്ന അധ്യായത്തിലാണ് നാം അവസാനമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി ബന്ധപ്പെട്ട് മുസ്ലിമായ ഓരോ ആളുകളും അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും അനിവാര്യമായും പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ നാം സൂചിപ്പിക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന, അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് മഅന? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ, അതിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾ, അതും നമ്മൾ വിശദീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ രണ്ടെണ്ണമാണ്, അൻ നഫ്യു വൽ ഇസ്ബാത്ത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെയെല്ലാം നിഷേധിക്കുകയും ആരാധിക്കപ്പെടാൻ അർഹനായി, ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ, അവന് മാത്രമേ അതിന് അവകാശമുള്ളൂ എന്ന് സ്ഥിരപ്പെടുത്തുക. ഇത് രണ്ടും കൂടിച്ചേർന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. മൂന്നാമതായി നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകളാണ്, അതിന്റെ നിബന്ധനകളാണ്. അതിൽ 3 ശുറൂത്തുകൾ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അൽ ഇൽമു വൽ യഖീനു വൽ ഇഖ്ലാസ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 7 നിബന്ധനകൾ, അത് പണ്ഡിതന്മാർ അതൊരു കവിതയിൽ അവർ സൂചിപ്പിച്ചതായി കാണാം. ഈ ഷർത്തുകൾ മറന്നുപോകാതിരിക്കാൻ ആ കവിതകൾ, ആ വരികൾ നമ്മൾ മനഃപ്പാഠമാക്കിയാൽ അത് നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഇമാം ഹാഫിദ് അൽ ഹകമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വബിശുറൂത്തിൻ സബഅത്തിൻ ഖദ് ഖുയിദത് വഫീ നുസൂസിൽ വഹി ഹഖ്ഖൻ വറദത് ഫഇന്നഹു ലം യൻതഫിഅ ഖായിലുഹാ ബിന്നുത്ഖി ഇല്ലാ ഹൈസു യസ്തക്മിലുഹാ അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫജ്രി മാ അഖൂലു വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വഫഖതല്ലാഹു ലിമാ അഹബ്ബ. അപ്പോൾ കഴിയുന്ന ആളുകൾ ഈ വരികൾ മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ, നിബന്ധനകളാണ് നമുക്കിനി പറയാനുള്ളത്. ആദ്യത്തെ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തേത് അൽ ഇൽമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിയണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ അർത്ഥം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ റുക്നുകൾ എന്താണ് എന്ന് നമ്മൾ അറിയണം, പഠിക്കണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അജ്ഞതയില്ലാത്ത വിധം, ജഹലില്ലാത്ത വിധം ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിരിക്കുക. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾക്ക് അത് ഉപകരിക്കുകയുള്ളൂ. അതല്ലാതെ കേവലം നാവ് കൊണ്ട് ഇങ്ങനെ ഉച്ചരിച്ചു, അതിന്റെ അർത്ഥം അറിയില്ല, അതിന്റെ ആശയം അറിയില്ല, അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകരിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ നിബന്ധന. അതിന്റെ തെളിവുകളൊക്കെ നമ്മൾ മുൻപ് സൂചിപ്പിച്ച കാര്യമാണ്. രണ്ടാമത്തേത് അൽ യഖീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെല്ലാം അത് നിരർത്ഥകമാണ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ, അവർക്ക് നൽകപ്പെടുന്ന ഇബാദത്തുകൾ അത് ബാത്തിലാണ് എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പുണ്ടാവണം, ഉറച്ച വിശ്വാസം ഉണ്ടാകണം, സംശയം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു ഇബാദത്ത് നൽകപ്പെടാൻ അർഹനാണോ എന്ന വിഷയത്തിൽ നമുക്ക് സംശയം ഉണ്ടാകരുത്, ഉറച്ചു വിശ്വസിക്കണം. അതാണ് അൽ യഖീൻ എന്ന് പറയുന്നത്. സംശയത്തിൽ ആടിക്കളിക്കുന്നവർ അവർ മുനാഫിക്കുകളാണ്, അവർ അത് കപടവിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. മൂന്നാമതായി നമ്മൾ പറഞ്ഞ കാര്യം അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നമ്മൾ നിഷ്കളങ്കത എന്ന് പറയും. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ദുനിയാവിലെ ഏതെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിക്കാനോ, അതല്ലെങ്കിൽ കച്ചവടത്തിൽ ലാഭം ലഭിക്കാനോ, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനോ, ഇങ്ങനെയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുണ്ട്. ഇഖ്ലാസ് ഇല്ലാതെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് അതവർക്കൊരു ഉപകാരവും സമ്മാനിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ
നാലാമത്തെ നിബന്ധനയാണ് നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. അസ്സിദ്ഖു, നാലാമത്തെ നിബന്ധനയാണ് അസ്സിദ്ഖ്. സിദ്ഖ് എന്ന വാക്ക് നമ്മൾ പലതവണ കേട്ടതാണ്. സത്യസന്ധത എന്ന് നമ്മൾ അർത്ഥം നൽകാറുണ്ട്. അതിന്റെ നേർ വിപരീതമാണ് അൽ കദിബ്, കളവാക്കുക, വ്യാജമാക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ പറയുമ്പോൾ അവിടെ സിദ്ഖ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണ്? ഒരാൾ താൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലയും അയാളുടെ ഹൃദയത്തിലുള്ള വിശ്വാസവും രണ്ടും ഒന്നായിരിക്കണം. താൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥവും അവന്റെ ഹൃദയത്തിലുള്ള വിശ്വാസവും രണ്ടും പൊരുത്തപ്പെടണം. അത് രണ്ടും ഒന്ന് തന്നെയായിരിക്കണം. അതല്ലാതെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ഹൃദയം കൊണ്ട് അതിനെ കളവാക്കുകയും അതിനെ വ്യാജമാക്കുകയും ചെയ്യുന്ന വിശ്വാസം ഉണ്ടായിരിക്കാൻ പാടില്ല. അത് ആരുടെ സ്വഭാവമാണ്? മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതായി കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇദാ ജാഅകൽ മുനാഫിഖൂൻ, കപട വിശ്വാസികൾ നിന്റെ അടുത്ത് വന്നാൽ അവർ പറയും, അവരെന്താണ് പറയുന്നത്? നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, റസൂലിന്റെ മുൻപിൽ വന്നിട്ട് റസൂലിനോട് പറയുകയാണ്, റസൂലെ താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ അവരുടെ ആ സാക്ഷ്യത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, തീർച്ചയായും മുനാഫിക്കുകൾ അവർ അവരുടെ സാക്ഷ്യം പറയുന്നതിൽ അവർ കള്ളന്മാരാണ്, അവർ വ്യാജന്മാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? കാരണം അവർ പറയുന്ന ആ കാര്യം അവരുടെ ഹൃദയത്തിലില്ല, അവർക്കത് സത്യസന്ധതയില്ല. അപ്പോൾ സത്യസന്ധത സിദ്ഖ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയവും അർത്ഥവും അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയവും നമ്മൾ പറയുന്ന വാക്കും തമ്മിൽ പൊരുത്തപ്പെടണം, യോജിക്കണം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളായ ആളുകൾ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഖുർആനിൽ പറയുന്ന ആയത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ, ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവരെന്ത് പറയും? ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പറയുകയാണ്, വമാ ഹും ബിമുഅ്മിനീൻ, അവർ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളല്ല. കാരണം എന്താ? അവരുടെ വിശ്വാസം അവർ പറഞ്ഞത് അവരുടെ നാവിൽ മാത്രമേ ഉള്ളൂ, അവരുടെ ഹൃദയത്തിൽ അതുണ്ടായിരുന്നില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, യഖൂലൂന ബിഅൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരവരുടെ നാവ് കൊണ്ട് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. ഇവിടെയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്ന സിഫതൽ ഫാരിഖത ബൈനൽ മുഅ്മിനി വൽ മുനാഫിഖ് ഹുവ സിദ്ഖ്, ഒരു മുഅ്മിനിനെയും ഒരു മുനാഫിക്കിനെയും വേർതിരിക്കുന്ന ഒരു വിശേഷ ഗുണമാണത് സിദ്ഖ് എന്ന് പറയുന്നത്, സത്യസന്ധത. അപ്പോൾ സത്യസന്ധത എന്ന് നമ്മൾ പറയും, പക്ഷെ അധികം ആളുകൾക്കും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നറിയില്ല. എന്താണ് മുനാഫിക്കിനെയും മുഅ്മിനിനെയും വേർതിരിക്കുന്ന ഗുണം? അത് സത്യസന്ധതയാണ്. മുഅ്മിനായവൻ അവൻ അവന്റെ വിശ്വാസത്തിൽ സത്യസന്ധതയുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആ വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോഴാണത് അവൻ ആ സത്യസന്ധത കൈവരിച്ചവനായി തീരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ റസൂലിൽ ഉറച്ചു വിശ്വസിക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്ത ആളുകൾ, അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും പിന്നീട് അതിൽ സംശയിക്കാതിരിക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ തങ്ങളുടെ ശരീരം കൊണ്ടും അതിൽ പോരാടുന്ന ആളുകൾ, അവരാണ് സാദിഖീങ്ങൾ, സത്യസന്ധന്മാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ നിബന്ധന, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ നിബന്ധനയ്ക്കുള്ള ധാരാളം തെളിവുകൾ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അവിടുന്ന് പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹു അല്ലാഹു അലൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം അത് ഹൃദയത്തിൽ നിന്നും സത്യസന്ധമായി സിദ്ഖോടുകൂടി അവനത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അത് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ അല്ലാഹു അവന്റെ മേൽ നരകം നിഷിദ്ധമാക്കുന്നതാണ്. അപ്പോൾ ഈ ഹദീസിൽ നബി എന്ത് മാത്രം പറഞ്ഞില്ല, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്, മറിച്ച് അത് ഉപകാരപ്പെടാനുള്ള ഒരു നിബന്ധന റസൂലുള്ളാഹി പറയുകയാണ്, സിദ്ഖൻ മിൻ ഖൽബിഹി. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാദിഖൻ ബിഹാ ദഖലൽ ജന്ന, ആരെങ്കിലും സത്യസന്ധമായി സിദ്ഖോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ നോക്കൂ, ദഖലൽ ജന്ന എന്നാണ് പറഞ്ഞത്. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ് അറബിയിൽ അതിന്റെ അർത്ഥം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവൻ, സത്യസന്ധമായി പ്രഖ്യാപിച്ചവൻ അവൻ ഉറപ്പായും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ദഖല, അവൻ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള അറബിയിലെ ആ ക്രിയ അവിടെ ഉപയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. അതുപോലെ ധാരാളം തെളിവുകൾ
ഈ നിബന്ധനയ്ക്കുള്ള മറ്റു തെളിവുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നാലാമത്തെ നിബന്ധനയാണ് അസ്ദിഖ് എന്ന് പറയുന്നത്. അതിന്റെ വിപരീതമാണ് അൽ കദിബ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കളവാക്കുക, അതിനെ വ്യാജമാക്കുക എന്നുള്ളത്. അത് ഉണ്ടാകാൻ പാടില്ല. ഇനി പണ്ഡിതന്മാർ ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾ, അത് പ്രഖ്യാപിച്ച ആളുകൾ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ, അവർ അങ്ങേയറ്റം പരീക്ഷണങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. അത്തരം ഘട്ടങ്ങളിൽ, ആ പരീക്ഷണങ്ങളൊക്കെ നേരിടുന്ന ഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായി പ്രഖ്യാപിച്ച ആളുകൾ അവർ ആ സമയത്തും ക്ഷമയോടെ അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അവർ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കളവാക്കുകയോ അതിനെ നിഷേധിക്കുകയോ ചെയ്യില്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സത്യസന്ധമായിട്ടല്ലാതെ പ്രഖ്യാപിച്ച ആളുകൾ ഉണ്ടാകും. അവര് ഇത്തരത്തിലുള്ള ചെറിയ പരീക്ഷണങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനെ തള്ളിക്കളയുന്ന, അതിനെ വ്യാജമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, അഹസിബൻ നാസു അൻ യുതറകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം അവർ പരീക്ഷിക്കപ്പെടുകയില്ല എന്നാണോ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. അവർക്ക് മുൻപുള്ള ആളുകൾ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത്? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. ആരാണ് സത്യം പറയുന്നവർ, ആരാണ് കളവ് പറയുന്നവർ, സത്യസന്ധന്മാരാരാണ്, കളവ് പറയുന്നവരാരാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ ഹൃദയത്തിലുള്ള സിദ്ഖ്, ആ സത്യസന്ധതയുടെ തോതനുസരിച്ചായിരിക്കും പരീക്ഷണങ്ങളിൽ അവന്റെ ഷഹാദത്തിന്റെ അതിന്റെ ശക്തിയും അതിന്റെ ദൃഢതയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ അവസാനമായി പറഞ്ഞ 3 നിബന്ധനകൾ ഏതൊക്കെയാണ്? നമ്മൾ 4 പഠിച്ചു, അവസാനം പറഞ്ഞ 3 അൽ യഖീൻ, അൽ ഇഖ്ലാസ്, അസ്ദിഖ്. യഖീൻ, ഇഖ്ലാസ്. ഒന്നാമത്തെ ഇഖ്ലാസ് എടുക്കാം. ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോൾ അവിടെ കടന്നു വരുന്നത് എന്താണ്? ശിർക്കാണ്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മറ്റു വല്ല നേട്ടങ്ങൾക്കും വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവിടെ കടന്നു വരുന്നത് ശിർക്കാണ്. അപ്പോൾ ഇഖ്ലാസ് എന്ന നിബന്ധന അത് ആരും പാലിക്കപ്പെടുന്നില്ല. മുശ്രിക്കുകളിൽ, ശിർക്ക് വെക്കുന്ന ആളുകളിൽ ഇഖ്ലാസ് എന്ന നിബന്ധനയില്ല. രണ്ടാമത്തേത് അൽ യഖീൻ, ദൃഢമായി വിശ്വസിക്കണം. ആ നിബന്ധന അതിന്റെ വിപരീതമാണ് അശ്ശക്ക്, സംശയമുണ്ടാവുക എന്നുള്ളത്. ഈ നിബന്ധന അത് മുനാഫിക്കുകളിൽ പാലിക്കപ്പെടുന്നില്ല. കാരണം മുനാഫിക്കുകൾ അവർ സംശയാലുക്കളാണ്. അവരുടെ ഒരു പ്രധാന വിശേഷണമായി അള്ളാഹു പഠിപ്പിച്ചത് അവർ സംശയത്തിലാണ് എന്ന കാര്യമാണ്. അവസാനമായി 3-മതായി നമ്മൾ പറഞ്ഞ കാര്യം അസ്ദിഖ്, സത്യസന്ധത. ഇതും ഈ നിബന്ധനയും ആരും പാലിക്കപ്പെടുന്നില്ല, മുനാഫിക്കുകളിൽ പാലിക്കപ്പെടുന്നില്ല. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് സിദ്ഖോട് കൂടിയായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 4-മത്തെ നിബന്ധന. 5-മത്തെ നിബന്ധനയായി, 5-മത്തെ ഷർത്തായി പണ്ഡിതന്മാർ പറയുന്നു അൽ മഹബ്ബ, ഇഷ്ടം, സ്നേഹം എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ വിപരീതമാണ് അൽ ബുഗ്ദ്, വെറുപ്പ് അല്ലെങ്കിൽ കോപം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ സാക്ഷ്യവചനം, അത് വിളിച്ചറിയിക്കുന്ന വാക്കുകൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചറിയിക്കുന്ന, അത് താല്പര്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾ, അതിന്റെ വക്താക്കൾ, അവരെയൊക്കെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം. അപ്പോൾ മാത്രമേ അത് നമുക്ക് ഉപകരിക്കുകയുള്ളൂ. ഈ സ്നേഹത്തിന്റെ ആധാരം, അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്താണ് ഇതിന്റെ ആധാരം, അതിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരാൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ, സത്യസന്ധമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, അവൻ സ്വാഭാവികമായും അള്ളാഹു കൊണ്ടുവന്ന, അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന ദീനിനെയും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ അള്ളാഹു നമുക്ക് എത്തിച്ചു തന്ന കാര്യങ്ങളെയും റസൂലിനെയും അവൻ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഒരു സ്നേഹം, അള്ളാഹുവിനോടുള്ള അവന്റെ റസൂലിനോടുള്ള ഈ സ്നേഹം, ആ സ്നേഹം അതാണ് ഇസ്ലാമിന്റെ, തൗഹീദിന്റെ, അതിന്റെ ആത്മാവും അതിന്റെ നെടുന്തൂണും എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അതിനാൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മഹബ്ബത്തില്ലാത്ത ആളുകൾക്ക് അവന് ഇസ്ലാമില്ല, അവന് തൗഹീദില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അള്ളാഹുവിനോടുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ, അവർക്ക് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതായി കാണാം, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അള്ളാഹുവിനെ അങ്ങേയറ്റം അതിശക്തമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ് എന്ന് മുഅ്മിനീങ്ങളുടെ വിശേഷണമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം അത് നുകർന്നിരിക്കുന്നു, ആസ്വദിച്ചിരിക്കുന്നു. അതിലൊരു കാര്യം എന്താണ്? അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവന് പ്രിയപ്പെട്ടതാവുക. അള്ളാഹുവും അവന്റെ റസൂലുമാണ് അവന് മറ്റെല്ലാത്തിനേക്കാളും അവന് പ്രിയപ്പെട്ടത്. അവന്റെ ഭാര്യയേക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവന്റെ കച്ചവടത്തെക്കാൾ, അവൻ കാണുന്ന അവന്റെ വീടുകൾ, അവന്റെ മറ്റ് സൗകര്യങ്ങൾ, പാർപ്പിടങ്ങൾ, അതിനേക്കാളെല്ലാം അവന് പ്രിയങ്കരമായത് അള്ളാഹുവും അവന്റെ റസൂലുമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം
നുകർന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ വിശേഷണമാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ആ ദീനിനെ അത് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നത് അത് കേവലം വാക്കിൽ മാത്രം പരിമിതപ്പെടുത്തിയത് കൊണ്ട് അതൊരിക്കലും യാതൊരു പ്രയോജനവും നമുക്ക് നേടിത്തരികയില്ല. മറിച്ച് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് പൂർത്തിയാകുന്നത് റസൂലിനെ ഇത്തിബാ ചെയ്യുന്നതിലൂടെയാണ്, റസൂലിനെ പിൻപറ്റുന്നതിലൂടെ, അനുധാവനം ചെയ്യുന്നതിലൂടെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആല ഇമ്രാനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്താണ്? ചില ആളുകൾ എന്ത് വാദിച്ചു? ഞങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് ചില ആളുകൾ വാദിച്ചു. അവരുടെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹു ഒരു ആയത്തിറക്കുകയാണ്. ഏതാണ് ആയത്ത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബിയെ, താങ്കൾ പറഞ്ഞുകൊള്ളുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. അപ്പോൾ നബിയെ പിൻപറ്റുക, നബിയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ആ മഹബ്ബത്തിനെ അതിനെ പൂർത്തീകരിക്കുന്നത് റസൂലിനെ ഇത്തിബാ ചെയ്യുന്നതിലൂടെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് വെറുപ്പോടുകൂടിയാണെങ്കിൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവരോടൊരു ഇഷ്ടമില്ലായ്മയോടുകൂടിയാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതെങ്കിൽ, അതുപോലെ അള്ളാഹുവും അവന്റെ റസൂലും കൊണ്ടുവന്ന കാര്യങ്ങൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് താല്പര്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അതിനോടൊക്കെ ഒരു ദേഷ്യത്തോടുകൂടി, കോപത്തോടുകൂടിയാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് അവന് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 5ാമത്തെ നിബന്ധന, അൽ മഹബ്ബ. 6ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഇൻഖിയാദ്, കീഴ്പ്പെടുക, കീഴൊതുങ്ങുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രഖ്യാപിച്ച ഒരു വ്യക്തി, അവൻ ആ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് വിളിച്ചറിയിക്കുന്ന അതിന്റെ ആശയങ്ങൾക്ക്, അത് താല്പര്യപ്പെടുന്ന അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണമായും അവൻ കീഴൊതുങ്ങണം. അത് ഉപേക്ഷിക്കാൻ പാടില്ല, അത് വിട്ടുകളയാൻ പാടില്ല. അതിന് പൂർണ്ണമായും അവൻ കീഴ്പ്പെടേണ്ടതുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയമാണെന്ത്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം. എന്നാൽ ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ല. ഇൻഖിയാദ് എന്ന് പറയുന്ന നിബന്ധന അവരിൽ നിന്നും ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ച ഒരു വ്യക്തി, ആ വ്യക്തി അള്ളാഹുവിന്റെ ദീനിനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുഴുവൻ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും സമ്പൂർണ്ണമായും അതിനെന്താക്കണം? കീഴ്പ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ഒരാൾ തന്നിഷ്ടപ്രകാരം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ അവൻ കീഴ്പ്പെടുന്നില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അവൻ പാലിക്കുന്നില്ല, ഇതൊന്നും പരിഗണിക്കാതെ തന്നിഷ്ടപ്രകാരമാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ പ്രഖ്യാപിച്ച ആ ഷഹാദത്തിന് അതിനെന്ത് ഫലമാണുള്ളത്? അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകൾ അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായും കീഴൊതുങ്ങേണ്ടതുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് താല്പര്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അവൻ കീഴൊതുങ്ങേണ്ടതുണ്ട് എന്നതാണ് ഈ നിബന്ധനയുടെ താല്പര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് താഴ്മയോടെ മടങ്ങുകയും ആ റബ്ബിനെ അവന് കീഴ്പ്പെടുകയും ചെയ്യുക. വഅസ്ലിമൂ ലഹ്, അവന് കീഴ്പ്പെടുക. മറ്റൊരായത്തിൽ പറഞ്ഞു വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ. തന്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന പക്ഷം അവൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവൻ പിടിച്ചിരിക്കുന്നത് ബലവത്തായ ഉറപ്പുള്ള ഒരു കയറിലാണ്. എന്താണ് ഉർവത്തുൽ വുസ്ഖ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇമാം വഹാഖ് അതുപോലെ തന്നെ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അവർ രേഖപ്പെടുത്തിയതായി കാണാം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പോൾ അയാൾ അള്ളാഹുവിന് തന്റെ മുഖത്തെ സമർപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അള്ളാഹുവിന് കീഴ്പ്പെടുക, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും അള്ളാഹുവിന്റെ നിരോധനങ്ങൾക്കും, അള്ളാഹു എന്തൊക്കെയാണോ അവന് കൽപ്പിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണോ വിരോധിച്ചിട്ടുള്ളത്, അതിനെല്ലാം കീഴ്പ്പെടുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ നിബന്ധന കീഴ്പ്പെടുക, ഇൻഖിയാദ് എന്നുള്ള നിബന്ധന, അത് 2 വിഭാഗം ആളുകളിൽ അതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? ശിർക്ക് സംഭവിച്ച ആളുകൾ. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെട്ടവനല്ല. കാരണം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എന്നത് അത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളോട് പൂർണ്ണമായും പിന്തിരിയുക. ഇവിടെ നമ്മൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം, പൂർണ്ണമായും അതിന് യാതൊന്നും ചെയ്യാതെ പിന്തിരിയുക. ഏതെങ്കിലും ചില വാജിബുകൾ ഒഴിവാക്കുന്നവരെയല്ല പറയുന്നത്, മറിച്ച് ദീനിന്റെ എല്ലാ നിയമങ്ങളോടും പിന്തിരിയുകയും അതനുസരിച്ച് അത് മുഴുവനായും ഒഴിവാക്കുകയും ചെയ്യുക. അത്തരത്തിലുള്ള ആളുകളിലും എന്തില്ല? ഇൻഖിയാദില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കണമെങ്കിൽ അവർ അള്ളാഹുവിന്റെ ദീനിന്റെ മതനിയമങ്ങൾ അതിന് പൂർണ്ണമായും കീഴൊതുങ്ങുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് 6ാമത്തെ നിബന്ധന. അവസാനത്തെ 7ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഖബൂൽ, സ്വീകരിക്കുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. അത് ബാഹ്യമായും ആന്തരികമായും അത് സ്വീകരിക്കുകയും അത് തൃപ്തിപ്പെടുകയും മരണം വരെ അതിൽ നിലയുറപ്പിക്കുകയും ചെയ്യണം. അത്തരത്തിലുള്ള ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയുള്ളൂ. അതല്ലാതെ
ചില ആളുകളൊക്കെ പറയുന്നത് കാണാം, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണെന്നറിയാം, പക്ഷെ അവർ അത് സ്വീകരിക്കുന്നില്ല. അവർ ചില സന്ദർഭങ്ങളിലൊക്കെ അത് പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് ശരി, ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസം അതാണ് ശരി എന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയും. അതുകൊണ്ട് കാര്യമില്ല. മറിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയവും അത് സ്വീകരിക്കുകയും മരണം വരെ അതിൽ നിലയുറപ്പിക്കുകയും വേണം. അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയുള്ളൂ. ആ ആശയവും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശവും മനസ്സ വാച കർമ്മണ നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് പരലോകത്ത് നമുക്ക് ഉപകരിക്കുകയുള്ളൂ. പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ കൊണ്ടുവന്ന ഈ തൗഹീദിനെ, അതിനെ സ്വീകരിക്കാതെ അഹങ്കാരത്തോടുകൂടി തള്ളിക്കളഞ്ഞ ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം നടിക്കുമായിരുന്നു, അവർ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് അവരെന്താണ് പറയുന്നത്? വയഖൂലൂന ഇന്നാ ലതാരികൂ ലിആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. റസൂലിനെ അവർ വിശേഷിപ്പിക്കുകയാണ്, ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടി ഞങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കണം എന്നാണോ അവർ പറയുന്നത് എന്ന് റസൂലിനെ അവർ ആക്ഷേപിച്ച് പറഞ്ഞതായി കാണാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാതെ അഹങ്കാരത്തോടുകൂടി പിന്മാറുക എന്നുള്ളത് അത്തരത്തിലുള്ള ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയില്ല. അപ്പോൾ ഷഹാദത്ത് കലിമ ഒരാൾ സ്വീകരിക്കുന്നതിലൂടെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും സുന്നത്തും അത് പൂർണ്ണമായും സ്വീകരിക്കാൻ അവർ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ ഖുർആനിലെയും ഹദീസിലെയും അതിലെ ഒരക്ഷരം പോലും അത് നിഷേധിക്കുവാൻ, അത് തള്ളിക്കളയുവാൻ ഒരാൾക്ക് അനുവാദമില്ല, നിർവാഹമില്ല. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അപ്രകാരം തള്ളുകയാണെങ്കിൽ അത് അവന്റെ ഷഹാദത്തിനെ അത് ദുർബലമാക്കി കളയുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ അവസാനം പറഞ്ഞ നിബന്ധന അൽ കബൂൽ, സ്വീകരിക്കുക. ആറാമത് പറഞ്ഞ നിബന്ധന അൽ ഇൻഖിയാദ്, കീഴ്പ്പെടുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വീകരിച്ചവൻ, അല്ലെ, ഹൃദയം കൊണ്ട് സ്വീകരിച്ചവൻ അവൻ എന്താകും? സ്വാഭാവികമായിട്ടും ബാക്കി നിയമങ്ങൾക്കൊക്കെ കീഴ്പ്പെടുന്നതാണ്. അപ്പോൾ അൽ കബൂൽ, സ്വീകരിക്കുക എന്നതാണ് അടിസ്ഥാനം. അതിന്റെ സമറത്ത്, അതിന്റെ റിസൾട്ട് ആണെന്ത്? അൽ ഇൻഖിയാദ് എന്ന് പറയുന്നത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 7 നിബന്ധനകൾ. ഈ നിബന്ധനകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതല്ലാതെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അത് ഉപകാരം ഉണ്ടാവുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്. ധാരാളം ഹദീസുകളിൽ പല സന്ദർഭങ്ങളിലായി അതിനുള്ള ചില നിബന്ധനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നാമത് പറഞ്ഞു, മൻ മാത വഹുവ യഅലം, ഇൽമുണ്ടാവണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്. അതുപോലെ തന്നെ മുസ്തൈഖിനൻ ബിഹാ ഖൽബു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം. സാദിഖൻ ബിഹാ, സത്യസന്ധമായിട്ടായിരിക്കണം പറയേണ്ടത്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വീകരിക്കപ്പെടാൻ പല നിബന്ധനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഈ 7 നിബന്ധനകൾ അതിങ്ങനെ എണ്ണിപ്പഠിക്കുക എന്നതിനപ്പുറമായി അതിന്റെ ആശയവും അത് താല്പര്യപ്പെടുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട കാര്യമാണ്. അടുത്തതായി പണ്ഡിതന്മാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ വാക്ക്. അതിൽ അടങ്ങിയിരിക്കുന്ന ചില രഹസ്യങ്ങൾ, അതിന്റെ മനോഹാരിത വ്യക്തമാക്കി നൽകുന്ന ചില രഹസ്യങ്ങൾ അവർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ കലിമത്തു തൗഹീദ്, അതിലെ എല്ലാ അക്ഷരങ്ങളും ഹുറൂഫുൻ ജൗഫിയ്യ. ജൗഫിയ്യ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അഥവാ അറബിയിൽ അക്ഷരങ്ങൾ ചുണ്ടുകൊണ്ട് പറയുന്ന അക്ഷരങ്ങളുണ്ട്, അതുപോലെ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുണ്ട്, നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അക്ഷരങ്ങൾ നോക്കൂ, ഓരോ അക്ഷരങ്ങളും ഹംസയാകട്ടെ ലാമാകട്ടെ ഏതക്ഷരങ്ങളും അതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. ഇതിൽ എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അവന്റെ ഹൃദയത്തിൽ നിന്ന് വരണം. അവൻ കേവലം നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകില്ല. അവന്റെ ഹൃദയത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട്, ദൃഢമായി വിശ്വസിച്ചുകൊണ്ട്, സത്യസന്ധതയോടുകൂടി അതിന് കീഴ്പ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലേ അതവൻ ഉപകരിക്കുകയുള്ളൂ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ വാക്കിൽ ആ രഹസ്യം അതടങ്ങിയിട്ടുണ്ട് എന്നവർ പറഞ്ഞതായി കാണാം. അതുപോലെ അവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദിന്റെ അക്ഷരങ്ങളിൽ എന്തില്ല? പുള്ളികളില്ല, കുത്തുകളില്ല. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബാഹ്യമായ എല്ലാ അലങ്കാരങ്ങളിൽ നിന്നും പൂർണ്ണമായും നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, അതല്ലെങ്കിൽ ദുനിയാവിന്റെ മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അത്തരത്തിലുള്ള യാതൊരു കളങ്കവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് പിന്നിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത് എന്നതിലേക്കുള്ള സൂചനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് അതിന് പുള്ളികളും കുത്തുകളും ഇല്ലാത്തത് എന്നതിന്റെ അതിന്റെ പിന്നിലുള്ള രഹസ്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ പുള്ളികളും കുത്തുകളും ഇല്ലാത്ത ഈ വാക്യം അത് നമ്മുടെ ഹൃദയത്തിൽ തിന്മകൾ കൊണ്ട് നമ്മൾ ഇട്ടിട്ടുള്ള കുത്തുകൾ ഉണ്ടാവും, കറുത്ത കുത്തുകൾ, പാടുകൾ, തിന്മയുടെ കറകൾ, അതിനെ മായ്ച്ചു കളയുന്നതാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളിൽ പഠിച്ച അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിൽ ഏറ്റവും വലുതാണെന്ന്
തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്, അതിനെ ശുദ്ധീകരിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിൽ ഒന്നാമത്തേത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആമുഖമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന, അതിന്റെ അർത്ഥം, അതിന്റെ റുക്നുകൾ, അതിന്റെ ശുറൂത്തുകൾ, ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രന്ഥകാരൻ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകിയിരിക്കുന്ന ആയത്തുകൾ കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാം. ഒന്നാമതായി നൽകിയ ആയത്ത് എന്താണ്? വഖൗലില്ലാഹി തആല ഉലൈക الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെയാണോ, അഥവാ മുശ്രിക്കുകളായ ആളുകൾ അവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവർ തന്നെ ആ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവർ തങ്ങളുടെ റബ്ബിലേക്ക് സാമീപ്യം തേടുന്ന ആളുകളാണ്. തങ്ങളുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നവരാണ് അവർ. എന്നിട്ടോ വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ, ആ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവർ ആ റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും ആ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അപ്പോൾ ഗ്രന്ഥകാരൻ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തൗഹീദിന്റെ വിശദീകരണമായി കൊണ്ടാണ് ഈ ആയത്ത് നൽകിയിട്ടുള്ളത്. ഈ അധ്യായത്തിൽ തൗഹീദിനെ എങ്ങനെയാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്? ഒന്നുകിൽ തൗഹീദിന്റെ നേർ അർത്ഥം അത് സൂചിപ്പിക്കും, തൗഹീദ് എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കും. അതല്ലെങ്കിൽ തൗഹീദിന്റെ നേർ വിപരീതമായ ശിർക്ക് എന്താണ്, അതല്ലെങ്കിൽ മുശ്രിക്കുകൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടും തൗഹീദിനെ വിശദീകരിക്കും. അപ്പൊ രണ്ടർത്ഥത്തിലും നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താക്കാം, ആ കാര്യത്തെ നേരിട്ട് വിശദീകരിക്കാം. അതല്ലെങ്കിലോ അതിന്റെ നേർ വിപരീതം പറഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കുന്ന ശൈലിയും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ആ രണ്ട് അർത്ഥത്തിലും ഇവിടെ നമുക്ക് തൗഹീദ് എന്താണ് എന്ന് നമുക്ക് തൗഹീദിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇവിടെ നോക്കൂ, ഉലൈക الذين يدعون, മുശ്രിക്കുകളായ ആളുകൾ അവർ യദ്ഊൻ, നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ദുആ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമുണ്ട്. ദുആ മസ്അല, ചോദിക്കുക, തേടുക, അതിനും ദുആ എന്ന് പറയും. അതുപോലെ ദുആ ഇബാദ, ഇബാദത്തിനും എന്താണ് ദുആ എന്ന് പറയും. നമ്മൾ നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തുകളും, നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ, അതൊരു ദുആ ആണ്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ എന്റെ ഇബാദത്ത് നീ സ്വീകരിക്കണമേ, അതിന് പ്രതിഫലം നൽകണമേ, എന്റെ തേട്ടം അതെല്ലാ ഇബാദത്തിലുമുണ്ട്. അപ്പോൾ ദുആ എന്നത് രണ്ട് രൂപത്തിലാണ്, ദുആ മസ്അലയുമുണ്ട്, ദുആ ഇബാദയുമുണ്ട്. അപ്പോൾ ഉലൈക الذين يدعون, മുശ്രിക്കുകളായ ആളുകൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ അവർ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെങ്ങനെയുള്ളവരാണ്? അവർ തന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്ന ആളുകളാണ്. അവർ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്ന ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുശ്രിക്കുകളായ ആളുകൾ, അവർ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ, അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവരായിരുന്നു. അതുപോലെ അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നവരായിരുന്നു. ഇത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അവർ സ്വയം ഇലാഹുകളാണെങ്കിൽ അവർ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവർ ഇലാഹുകളായിരുന്നില്ല, മറിച്ച് അവർ അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന അവന്റെ അടിമകളായിരുന്നു എന്നും അവർ ആരാധിക്കപ്പെടാൻ അർഹരായിരുന്നില്ല എന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടിയതും അന്വേഷിച്ചതും. ഇതെങ്ങനെയാണ് തൗഹീദിന്റെ വിശദീകരണമായി നമുക്ക് മനസ്സിലാകുന്നത്? ഇവിടെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് മുശ്രിക്കുകളുടെ അവസ്ഥയാണ്. മുശ്രിക്കുകളായ ആളുകൾ അവർ അള്ളാഹുവിന് പുറമെ മറ്റ് ആരാധ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. തൗഹീദ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നേർ വിപരീതമാണ്. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം നൽകുക, അതാണ് തൗഹീദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഈ ആയത്തിലൂടെ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചത്. അതുപോലെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ്, ഈ ആയത്തിൽ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ അവർ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്നവരാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അതിന് മുന്നേറുന്ന ആളുകളാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ പക്കൽ എത്ര തന്നെ സ്ഥാനമുള്ള ആളുകളാണെങ്കിലും, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ഇബാദത്ത് നൽകപ്പെടാൻ അത് അർഹരല്ല. അതാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം സലാസത്തുൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ ലാ യർളാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് അവൻ തൃപ്തിപ്പെടുകയില്ല. ഒരാളെയും പങ്കു ചേർക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. അത് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളാകട്ടെ, അള്ളാഹു നമ്മിലേക്ക് നിയോഗിച്ചയച്ച റസൂലുമാരാകട്ടെ, ആരെയും പങ്കു ചേർക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവരാണ് എന്നത് അവർക്ക് ഇബാദത്ത് നൽകാനുള്ള യോഗ്യതയല്ല, മറിച്ച് സൃഷ്ടികളിൽ ഒരാളും ഇബാദത്തിന്റെ ഒരു കണിക പോലും ഒരു അംശം പോലും
നൽകപ്പെടാൻ അർഹരല്ല, ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന പാഠം കൂടി ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞു യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹ. ആ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ അവർ അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അർ-റജാ അതൊരു ഇബാദത്താണ്, അൽ ഖൗഫ് അതൊരു ഇബാദത്താണ്. അവര് ആ ഇബാദത്തൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് നിർവഹിച്ചത്. അവർ ഭയപ്പെട്ടിരുന്നതും അവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്നതും അള്ളാഹുവിലായിരുന്നു. അപ്പോൾ അള്ളാഹുവിൽ മാത്രമാണ് നമ്മൾ ഇബാദത്തുകൾ നൽകേണ്ടത്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അവർ തൗഹീദിന്റെ വിശദീകരണമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇവിടെ മുഅല്ലിഫ് റഹിമഹുല്ലാ നൽകിയിട്ടുള്ള ആയത്ത് ഏതാണ്? ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. അതിന് മുൻപുള്ള ആയത്ത് അതിനുണ്ടോ? ഇല്ല. എന്നാൽ അതിന്റെ മുൻപുള്ള ഒരു ആയത്തുമുണ്ട്, തൊട്ട് മുൻപുള്ള ആയത്ത്. അതും കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ, അതുകൂടി നമ്മൾ അർത്ഥം പഠിക്കുമ്പോൾ നമുക്ക് തൗഹീദിന്റെ ആശയം ഒന്നുകൂടി വ്യക്തമാകുന്നതാണ്. ഏതാണ് ആയത്ത്? അള്ളാഹു പറഞ്ഞു ഖുൽ ഉദ്ഉൽ ലദീന സഅൻതും മിൻ ദൂനി. നബിയെ താങ്കൾ പറഞ്ഞുകൊള്ളുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധ്യന്മാരാണ്, ഇലാഹുകളാണെന്ന് നിങ്ങൾ വാദിച്ചു പോരുന്ന ആളുകൾ, അവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. ഇവിടെ കൽപ്പനയാണ് അല്ലെ, ഉദ്ഉ. അത് ചെയ്യാനുള്ള കൽപ്പനയല്ല. പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം അത് ഒരു വെല്ലുവിളിയാണ്. അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരാണ്, ഇലാഹുകളാണെന്ന് വാദിച്ചു വരുന്നവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഫലാ യംലികൂന കശ്ഫ അദ്ദിർരി അൻകും വലാ തഹ്വീല. നിങ്ങളിൽ നിന്നൊരു ഉപദ്രവം നീക്കുവാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആ അവസ്ഥക്ക് ഒരു മാറ്റം വരുത്താനോ അതിനുള്ള കഴിവ് അവർക്കില്ല. അത് അവരുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാ ആരാധ്യന്മാരുടെയും വിശേഷണമാണിത്. അവർക്കെന്തില്ല? ഉപദ്രവം നീക്കാൻ കഴിയില്ല. ആ ഉപദ്രവം അതിനെ തടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ ഉപദ്രവത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റാൻ പോലുമുള്ള കഴിവ് ഇത്തരത്തിൽ ആരാധിക്കപ്പെടുന്നവർക്കില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് പുറമെ മറ്റു വസ്തുക്കളെ ആരാധിക്കുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, അവരുടെ ആരാധനയിലൂടെ, ഇബാദത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന കാര്യം എന്താണ്? ഞങ്ങൾക്ക് വല്ല ഉപകാരവും ലഭിക്കണം, അതല്ലെങ്കിൽ നമ്മെ ബാധിച്ച വല്ല വിപത്തുകളും മാറിപ്പോകണം എന്ന അർത്ഥത്തിലാണ് പല വസ്തുക്കളെയും പല ആളുകളും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒന്നിനും ഇത്തരത്തിലുള്ള കഴിവില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിക്കുന്നത്. പിന്നീട് ഇത്തരത്തിലുള്ള വസ്തുക്കളെ, അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും അതുപോലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് ഫായിദയാണുള്ളത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വല്ലദീന തദ്ഊന മിൻ ദൂനി, അവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊന്നും ലാ യസ്തതീഊന നസ്റകും, നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവർക്ക് അവരെ തന്നെ, സ്വദേഹങ്ങളെ തന്നെ സഹായം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. ഈ ആയത്തിലും അല്ലാഹു ശിർക്കിന്റെ, മുശ്രിക്കുകളായ ആളുകൾ, അവരുടെ ശിർക്കിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ ആ ശിർക്കിന്റെ നേർവിപരീതമായ തൗഹീദ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇബാദത്തു ഗൈരില്ല, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിക്കലാണ്. എന്നാൽ തൗഹീദ് എന്ന് പറയുന്നതോ ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് കൊടുക്കുക, അവര് പങ്കുകാരില്ല എന്നതാണ് തൗഹീദ് എന്ന് നാം മനസ്സിലാക്കുക. ഇതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സാലിഹ് അസ്-സിന്ദി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹം ഒരിക്കൽ ഒരു രാജ്യം, ഒരു നാട് സന്ദർശിക്കുകയുണ്ടായി. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു മക്ബറ കാണുകയാണ്. ആ മക്ബറ ആകെ തകർന്നു പോയിട്ടുണ്ട്. എങ്ങനെയാണ് അത് തകർന്നു പോയിട്ടുള്ളത്? ആകാശത്ത് നിന്നും ഒരു ഇടിമിന്നലേറ്റുകൊണ്ട് ഒരു മക്ബറ തകർന്നിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളൊക്കെ വാദിക്കുന്നത് ആ മക്ബറയിൽ മറമാടപ്പെട്ടിരിക്കുന്നത് ഒരു വലിയാണെന്നാണ്. അവർ ആ മക്ബറയുടെ അടുക്കൽ വരികയും അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ ബലികർമ്മം നടത്തുകയും അതുപോലെ നേർച്ചകളും മറ്റ് ഇബാദത്തുകളൊക്കെ അവിടെ സമർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ശൈഖ് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ തീരുമാനം നോക്കൂ. മറ്റെവിടെയും ആ ഇടിമിന്നൽ ഏൽക്കാതെ ആ ഖബറിൽ തന്നെ വന്ന് അത് പതിക്കുകയും ആ വലിയിന്റെ ഖബർ അതാകെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. എന്നിട്ട് ശൈഖ് ചോദിക്കുകയാണ്, ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് തന്നെ ധാരാളമല്ല, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൂടെ? ആ വലിയിന് അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു വിപത്ത് തടുക്കാൻ പോലും, ആ മക്ബറയിൽ കിടക്കുന്ന വലിയിന് തന്നെ ബാധിക്കുന്ന ആ വിപത്ത് തടുക്കാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആ ഇടിമിന്നലിനെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഈ നാട്ടിലുള്ള ആളുകൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന് ശൈഖ് തന്റെ അടുത്തുള്ള ആളുകളോട്, കൂടെയുള്ളവരോട് ചോദിച്ചു. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇതേ കാര്യം ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരോട് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്താണ്?
ഈ ഖബറിൽ കിടക്കുന്ന വലിയ നാട്ടുകാരോട് അങ്ങേയറ്റം റഹ്മത്തുള്ള ആളാണ്, അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും വിപത്ത് ഏൽക്കേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം സ്വയം അത് ഏറ്റെടുത്തതാണ് എന്ന് അവർ മറുപടി പറഞ്ഞതായി കാണാം. അപ്പോൾ ശൈത്താൻ അവരെ ശിർക്ക് തളച്ചിടുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഇല്ലാത്ത പല ധാരണകളും പല കഥകളും അവരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് ഇത്തരത്തിലുള്ള ഖബറും അതുപോലെ ഖബർ പൂജയും ജാറവും ഒക്കെയായി ആളുകൾ അതിൽ കഴിഞ്ഞുകൂടുകയാണ്, അതിൽ തളച്ചിടപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലും നമ്മൾ അന്വേഷിച്ചാൽ, നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും ധാരാളം മക്ബറകൾ, ജാറങ്ങൾ. അവിടെ മറമാടപ്പെട്ട വലിയ അദ്ദേഹത്തിന്റെ പേരിൽ പല കഥകളാണ്, ഇല്ലാത്ത പല കഥകളും പ്രചരിപ്പിച്ച് ആളുകൾ അതിലേക്ക് വശീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ ആളുകൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. മക്ബറയിൽ മറമാടപ്പെട്ട ജാറത്തിന്റെ ഭണ്ഡാരപ്പെട്ടി കള്ളൻ മോഷ്ടിച്ചപ്പോൾ അതുപോലും തടുക്കാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന പ്രയാസങ്ങൾ അത് നീക്കം ചെയ്യാൻ കഴിയാത്ത ആളുകൾ, അവരുടെ മുൻപിൽ വന്നിട്ടാണ് ആളുകൾ അവരുടെ പ്രയാസങ്ങളൊക്കെ ഏറ്റുപറയുന്നത് എന്നത് അതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തമായി മറ്റൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായി ഒരു ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്. ഇവിടെ ആയത്തിൽ വന്നിട്ടുള്ളത് എന്താണ്? അൽ വസീല. അൽ വസീല എന്നുള്ള പദം അത് നമ്മൾ അതിന്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൽ അൽ വസീല എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ വായിക്കുന്ന ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തു മാഇദയിലും എന്ത് വന്നിട്ടുണ്ട്? അൽ വസീല എന്ന പദം വന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞതായി കാണാം, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വസീല സ്വീകരിക്കുക, മാർഗം സ്വീകരിക്കുക. ഇവിടെ എന്താണ് വസീല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള അതല്ലെങ്കിൽ ലോകത്ത് തന്നെ മൊത്തമുള്ള ഖബറാരാധകരായ ഖബർ പൂജകരായ ശിർക്കിന്റെ വക്താക്കൾ അവർ പറയുന്നത് എന്താണ്? അൽ വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഔലിയാക്കന്മാരും സാലിഹ്യങ്ങളും ഒക്കെയാണ്. അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല, മറിച്ച് അള്ളാഹുവിലേക്ക് നമ്മെ എത്തിക്കുന്ന മാർഗങ്ങൾ അത് അമ്പിയാക്കന്മാരാണ്, അള്ളാഹുവുമായി അടുത്ത സാമീപ്യം സിദ്ധിച്ച ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആവലാദികൾ അവരോടാണ് പറയേണ്ടത്, അവർ അത് നമുക്ക് അള്ളാഹുവിൽ നിന്ന് നേടിത്തരും എന്നതാണ് അവർ വസീല എന്ന വാക്കിന് അവർ നൽകിയ അർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ അൽ വസീല എന്നതിന്റെ ശരിയായ അർത്ഥം നമ്മൾ അത് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൽ വസീല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ വസീല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അതുപോലെ സഹാബത്തിന്റെ വാക്കിൽ വസീല അല്ലെങ്കിൽ തവസ്സുൽ എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം മനസ്സിലാക്കിയാൽ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ശുബ്ഹത്തുകൾ, സംശയങ്ങൾ അത് നമുക്ക് ഇല്ലാതായി തീരുന്നതാണ്. ആദ്യമായി നമ്മൾ പറയുന്നത് ഖുർആനിൽ അൽ വസീല എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണ്? ഇപ്പോൾ നമ്മൾ മാഇദയിലെ ആയത്തോതി വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് അവരിലേക്ക് അടുക്കാനുള്ള മാർഗം തേടുകയും അന്വേഷിക്കുകയും ചെയ്യുക. എന്താണ് അതിന്റെ അർത്ഥം? തഫ്സീറിൽ നമുക്ക് കാണാം. തഫ്സീറുൽ ബൈളാവിയിൽ അദ്ദേഹം പറയുകയാണ്, മിൻ ഫിഅലി ത്വാആതി വതർക്കിൽ മആസി, നന്മകൾ ചെയ്തുകൊണ്ടും തിന്മകൾ, തെറ്റുകൾ, കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക. അതാണ് വസീല എന്ന് പറഞ്ഞാൽ. അതുപോലെ തഫ്സീറുൽ ജലാലൈൻ പള്ളി ദർസുകളിൽ ഓതുന്ന പഠിപ്പിക്കപ്പെടുന്ന തഫ്സീറാണ്. അതിൽ പറയുന്നു, മാ യുഖർരിബുകും ഇലൈഹി മിൻ ത്വാഅതിഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക. അതാണ് വസീല എന്ന് പറഞ്ഞാൽ. തഫ്സീർ തബരിയിൽ കാണാം, യഅനി ബിൽ വസീല അൽ ഖുർബ, പുണ്യകർമ്മം, നന്മ, സൽക്കർമ്മം. അതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? അൽ വസീല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ വസീല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം നന്മ ചെയ്യുക, സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ അൽ വസീല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്റെ അദ്ദേഹത്തിന്റെ വിളിനാദം നിങ്ങൾ കേട്ടാൽ, ഫഖൂലു മിസ്ല മാ യഖൂൽ, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ തിരിച്ചു മറുപടി പറയുക. സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് നിർവഹിക്കുന്നതാണ് എന്ന് റസൂൽ പറയുന്നു. സുമ്മ സലുല്ലാഹ ലിൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീല ചോദിക്കുക. എന്താണത്? ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, വസീല എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗത്തിലുള്ള ഒരു പ്രത്യേക പദവിയാണ്. അപ്പോൾ റസൂലിന്റെ വാക്കിൽ അൽ വസീല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അത് സ്വർഗ്ഗത്തിലെ ഒരു പ്രത്യേക പദവിയാണ്. എന്നിട്ട് റസൂൽ പറയുന്നു, ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളിൽ ഒരാൾക്ക് മാത്രമാണ് ആ പദവി ലഭിക്കുക. വഅർജു അൻ അകൂന അന ഹുവ, അത് ആ അടിമ ഞാനായിരിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ പറയുന്നു. ഫമൻ സഅല ലിൽ വസീലത ഹല്ലത് ലഹു ശഫാഅ, ആരെങ്കിലും എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീല ചോദിച്ചാൽ നാളെ പരലോകത്ത്
എന്റെ ശുപാർശ അവനുണ്ടായിരിക്കുമെന്ന്, ശഫാഅത്ത് ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലിന്റെ വാക്കിൽ വസീല എന്ന് വന്നാൽ അത് സ്വർഗ്ഗത്തിലെ ഒരു പ്രത്യേക പദവി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മൂന്നാമത്തേത് സഹാബത്തിന്റെ വാക്കിൽ വസീല അല്ലെങ്കിൽ തവസ്സുൽ എന്നൊക്കെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വരൾച്ച ഉണ്ടാകുകയാണ്, ക്ഷാമമുണ്ടാവുകയാണ്. അങ്ങനെ ആ സമയത്ത് അവർ മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തവസ്സുലാക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർ ഹദീസുകളിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്ന കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീന, ഞങ്ങൾ മഴയില്ലാത്ത സന്ദർഭത്തിൽ അല്ലാഹുവേ ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങളുടെ നബിയെ കൊണ്ട് തവസ്സുലാക്കിയിരുന്നു, ആ സന്ദർഭത്തിൽ നീ ഞങ്ങൾക്ക് മഴ നൽകിയിരുന്നു. എന്നാൽ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ, നബിയുടെ മരണശേഷം നബിയുടെ ഒരു സഹോദരനായ നബിയുടെ അമ്മിനെ ഞങ്ങൾ തവസ്സുലാക്കുകയാണ്, അതുകൊണ്ട് ഫസ്ഖീന ഞങ്ങൾക്ക് നീ മഴ നൽകണമേ. അങ്ങനെ അവർക്ക് മഴ നൽകപ്പെട്ടു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ സഹാബത്തിന്റെ വാക്കിൽ തവസ്സുൽ തവസ്സലു എന്നൊക്കെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ജീവിച്ചിരിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. അതാണ് സഹാബത്തിന്റെ വാക്കിൽ തവസ്സലു അല്ലെങ്കിൽ തവസ്സുൽ എന്നതിന്റെയൊക്കെ അർത്ഥം അതാണ്. അപ്പോൾ ഈ മൂന്ന് പദങ്ങളും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ശിർക്കിന്റെ വക്താക്കൾ അവർ ഇത്തരത്തിലുള്ള ഹദീസുകളും ആയത്തുകളൊക്കെ എടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് നമുക്കിടയിലേക്ക് കടന്നു വരാറുള്ളത്. അപ്പോൾ തവസ്സുൽ അത് രണ്ട് രൂപത്തിലാണ് പ്രധാനമായിട്ടും. ഒന്നാമത്തേത് അത്തവസ്സുലു അശ്ശറഈ, ദീനിൽ പഠിപ്പിക്കപ്പെട്ട തവസ്സുലുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ മുൻനിർത്തിക്കൊണ്ട്, അതുപോലെ ജീവിച്ചിരിക്കുന്ന സ്വാലിഹായ ഒരു വ്യക്തിയോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഇതെല്ലാം ദീനിൽ പഠിപ്പിക്കപ്പെട്ട തവസ്സുലാണ്. എന്നാൽ ശിർക്കാകുന്ന തവസ്സുലുണ്ട്, അഥവാ ശിർക്കിനെ തവസ്സുൽ എന്ന് പേരിട്ട് വിളിക്കുകയാണ്. അങ്ങനെയാണ്, ശിർക്ക് ചെയ്യും എന്നിട്ട് അതിന് പേര് മാറ്റി വിളിക്കും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോട് നേരിട്ട് പ്രാർത്ഥിക്കും, എന്നിട്ട് എന്ത് പറയും? അത് ശിർക്കല്ല, മറിച്ച് അത് ഇസ്തിഗാസയാണ്, അത് ഇസ്തിശ്ഫാഅാണ്, അത് മഹബ്ബത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടുള്ള അവരോടുള്ള മഹബ്ബത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ തവസ്സുൽ എന്ന് പറയുന്ന ഇവർ പരിചയപ്പെടുത്തുന്ന കാര്യം അത് തനിച്ച ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് കൊടുക്കുക, അവരോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് എന്ത് പറയും? അത് തവസ്സുലാണ് എന്ന് ജനങ്ങളോട് പരിചയപ്പെടുത്തുകയും ചെയ്യും. അതൊരിക്കലും ശരിയല്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ വസീലത്തു ബൈനൽ അബ്ദി വബൈന റബ്ബിഹി നൗആൻ, അള്ളാഹുവിനും അവന്റെ അടിമക്കുമിടയിലുള്ള വസീല അത് രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്നാമത്തത് വസീലത്തുൻ നഫ്യുഹാ കുഫ്റുൻ, ആരെങ്കിലും ആ വസീലയെ ആ മാർഗത്തെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. അപ്പോൾ അള്ളാഹുവിനും അവന്റെ അടിമകൾക്കുമിടയിൽ ഒരു വസീലയുണ്ട്, അതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. ഏതാണ് ആ വസീല? നമ്മുടെ ദീനിന്റെ നിയമങ്ങൾ നമുക്ക് എത്തിച്ചു നൽകാൻ അള്ളാഹുവിനും നമുക്കുമിടയിൽ ഒരു വസീലയുണ്ട്, മാർഗമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ദീനിന്റെ നിയമങ്ങൾ എത്തിച്ചത്. അതാണ് ദീനിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വസീല. അത് നമ്മൾ സ്ഥിരപ്പെടുത്തണം, അത് നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. എന്നാൽ രണ്ടാമതൊരു വസീലയുണ്ട്, വസീലത്തുൻ ഇസ്ബാതുഹാ കുഫ്റുൻ, ആരെങ്കിലും ആ വസീലയുണ്ട് അത് സ്ഥിരപ്പെടുത്തിയാൽ അവൻ കാഫിറാകുന്നതാണ്. അതേതാണ്? ഇബാദത്തിന്റെ വിഷയത്തിൽ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്കും അള്ളാഹുവിനും ഇടയിൽ മറ്റു വസീലകളില്ല, മധ്യവർത്തികളുടെ ആവശ്യമില്ല, ഇടയാളന്മാർ ആവശ്യമില്ല. അള്ളാഹുവിനോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് ചോദിക്കാം, അതിന്റെ ഇടയിൽ ഒരു മധ്യവർത്തിയുടെയോ ഇടയാളന്മാരുടെയോ ആവശ്യമില്ല. അതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസാഇത്, ആരെങ്കിലും അള്ളാഹുവിനും അവനും ഇടയിൽ മധ്യവർത്തികളെ ഇടയാളന്മാരെ നിശ്ചയിക്കുകയും യദ്ഊഹും എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും വയസ്അലുഹും ശഫാഅ അവരോട് ശഫാഅത്ത് തേടുകയും വയതവക്കലു അലൈഹിം അവരിൽ ബലമേൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ കഫറ ഇജ്മാഅൻ, അവൻ മുസ്ലിം ലോകത്തെ പണ്ഡിതാഭിപ്രായ പ്രകാരം അവൻ കാഫിറാണെന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. തവസ്സുൽ അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട തവസ്സുലുണ്ട്. അതുപോലെ തന്നെ തവസ്സുൽ ശിർക്കി, ശിർക്കാകുന്ന തവസ്സുൽ, ശിർക്കിനെ തവസ്സുൽ എന്ന പേരിട്ട് വിളിക്കുകയാണ്, യഥാർത്ഥത്തിൽ അത് ശിർക്ക് തന്നെയാണ്. മൂന്നാമത്തെ ഒരു ഇനമാണ് തവസ്സുലുൽ ബിദ്അഇ, ബിദ്അത്താകുന്ന തവസ്സുൽ. അതെങ്ങനെയാണ്? അമ്പിയാക്കന്മാരുടെ സാലിഹീങ്ങളുടെ അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ചോദിക്കുക. അവിടെ ചോദിക്കുന്നത് അള്ളാഹുവിനോട് തന്നെയാണ്, പക്ഷേ ഇവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്ന ആളുകൾ ബിഹഖ് നബിയിക് അല്ലെങ്കിൽ ബിജാഹി നബിയിക് ബിബറക്കത്തി നബിയിക് എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. അത് സഹാബത്തിന്റെയോ അതുപോലെ തന്നെ ദീനിൽ സഹീഹായ ഹദീസുകളിലോ ഇത്തരത്തിലുള്ള
പ്രാർത്ഥനകൾ രീതികൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ബിദ്അത്തായ തവസ്സുലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇനി അയാൾ കരുതുകയാണ് നബിയുടെ ജാഹ് കൊണ്ട്, നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകാൻ നിർബന്ധിതനായി തീരും എന്ന വിശ്വാസത്തോടെയാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിലോ അവിടെ അതിന്റെ ഹുക്മ് മാറും. കാരണം അവൻ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിപ്പിക്കാൻ മറ്റൊരാൾക്ക് കഴിയുമെന്നതാണ്. എന്നാൽ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ മുക്രിഹ ലഹ്, അള്ളാഹുവിനെ നിർബന്ധിപ്പിക്കുന്നവനായി ആരും തന്നെയില്ല. ഏതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു ഭരണാധികാരിയുടെ അടുക്കൽ അദ്ദേഹവുമായി അടുപ്പമുള്ള മറ്റൊരു വ്യക്തി എന്തെങ്കിലും കാര്യമൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ അടുപ്പമുള്ള വ്യക്തിയുമായി ശുപാർശ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ കാര്യം നമുക്ക് നേടിയെടുക്കാം. അതുപോലെ അള്ളാഹുവിന്റെ മക്കൾ നബിയുടെ ജാഹ് കൊണ്ട്, നബിയുടെ ബർക്കത്ത് കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു അത് നൽകാൻ നിർബന്ധിതനായി തീരും എന്നൊക്കെ കരുതിയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുകയാണ്. അവിടെ അതിന്റെ ഹുക്മ്, അതിന്റെ വിധി മറ്റൊന്നായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തെ ആയത്തായി ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നൽകിയതായി കാണാം, വഖൗലിഹി وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون إلا الذي فطرني فإنه سيهدين. لا إله إلا الله യുടെ അതിന്റെ ആശയം, അതിന്റെ അർത്ഥം അത് വിശദീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ റുക്നുകൾ നമ്മൾ പറഞ്ഞിരുന്നു, അൻ-നഫ്യു വൽ ഇസ്ബാത്ത്. ആ കാര്യമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എന്താണ് ആയത്തിന്റെ അർത്ഥം? എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും നാട്ടുകാരോടും അദ്ദേഹം പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ഇന്നനി ബറാഉൻ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാണ് ഞാൻ, എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. അവർ അള്ളാഹുവിനെയും ആരാധിക്കാറുണ്ട്, അള്ളാഹു അല്ലാത്ത മറ്റു വസ്തുക്കളെയും ആരാധിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് മാറ്റി പറയുകയാണ്, ആരൊഴികെ? ഇല്ലല്ലദീ ഫതറനി. ഫതറനി എന്ന് പറഞ്ഞാൽ ഖലഖനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ, അഥവാ അള്ളാഹു ഒഴികെ ബാക്കി നിങ്ങൾ ആരാധിക്കപ്പെടുന്ന മറ്റ് ആരാധ്യന്മാരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ രണ്ട് റുക്നുകളെ അറിയിക്കുന്നുണ്ട്, അൻ-നഫ്യു വൽ ഇസ്ബാത്ത്. നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുകയാണ്, അതാണ് തുടക്കം. ഇന്നനി ബറാഉൻ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതുമായി എനിക്ക് ബന്ധമില്ല, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ, അതാണ് ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ എന്ന ഭാഗം. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരുമായി, ആ ശിർക്കിന്റെ വക്താക്കളുമായി പൂർണ്ണമായും വേറിട്ട് നിൽക്കുക എന്നുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ അടിസ്ഥാനമാണ്. അതിൽ നമുക്ക് അങ്ങേയറ്റം മാതൃകയുള്ള പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതായി കാണാം, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹ്. ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം, അവരുടെ സമൂഹത്തോട്, ജനതയോട് അവർ പറഞ്ഞ സന്ദർഭം എന്താണ്? അവർ പറഞ്ഞിരിക്കുന്നത്, ഇന്നാ ബുറാഉ മിൻകും, നിങ്ങളുമായി നമുക്ക് ബന്ധമില്ല. അപ്പോൾ ആദ്യം ശിർക്കിന്റെ ആളുകളുമായി നമുക്ക് ബന്ധമില്ല. പിന്നീടോ വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കളുമായും നമുക്ക് ബന്ധമില്ല. അപ്പോൾ ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും എന്താക്കേണ്ടതുണ്ട്? മാറി നിൽക്കേണ്ടതുണ്ട് എന്ന പാഠമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ബറാഅത്ത്, അവരിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിന്റെ ഉദ്ദേശം അതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നോക്കൂ, ആയത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. എന്ത് പറഞ്ഞില്ല? ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ എന്ന് പറഞ്ഞില്ല. അതിനുള്ള കാരണം എന്താണ്? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാമത്തേത്, അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളുണ്ട് എന്നാരും വിശ്വസിച്ചിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ പോലും അള്ളാഹുവാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നിരിക്കെ ആ അള്ളാഹുവിനെ തന്നെ നിങ്ങൾക്ക് ഇബാദത്ത് നൽകിക്കൂടെ എന്ന കാര്യം അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതിലേക്ക് സൂചന നൽകുന്നതിന് വേണ്ടിയാണ് ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ എന്നവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. കാരണം എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, ആ അള്ളാഹു തന്നെയാണ്, അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അവയൊന്നും യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ? എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ സൃഷ്ടിച്ചവൻ അവനാണ് ഇബാദത്ത് നൽകപ്പെടാൻ അർഹൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അവരൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. ലൻ യഖ്ലുഖൂ ദുബാബൻ, ഒരു ഈച്ചയെ പോലും അവർക്ക് മടക്കാൻ കഴിയുകയില്ല. വഹും യുഖ്ലഖൂൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവരൊന്നിനെയും സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ തന്നെ
സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നാണ് അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. ഈ ഒരു ഫായിദ അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈ ആയത്തിൽ നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം ആദ്യം എന്താണ് ചെയ്തത്? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ മുഴുവൻ നിഷേധിക്കുകയാണ്. പിന്നീടോ ഇബാദത്തുകൾ മുഴുവൻ അതെന്നെ സൃഷ്ടിച്ച റബ്ബിന് മാത്രമാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അൻ-നഫ്യു വൽ ഇസ്ബാത്ത്, ഇത് രണ്ടും കൂടിച്ചേരണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഒരാൾ പറയുകയാണെന്ത് അള്ളാഹുവാണ് ഇലാഹ്, പക്ഷേ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതിനെ നമ്മൾ നിഷേധിക്കേണ്ടതില്ല, അവർ അവരുടെ ആരാധ്യന്മാരുമായി കഴിഞ്ഞുകൂടട്ടെ, അതിനൊന്നും നിഷേധിക്കേണ്ടതില്ല, അതൊന്നും നിരർത്ഥകമാണെന്ന് നമ്മൾ പറയേണ്ടതില്ല എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അയാളുടെ തൗഹീദ് എന്തല്ല, ശരിയല്ല. മറിച്ച് അള്ളാഹു മാത്രമേ ഇബാദത്തിന് അർഹനുള്ളൂ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർക്കുള്ള ഇബാദത്തെല്ലാം നിരർത്ഥകമാണ്, ബാത്തിലാണ്, അവർ ഇബാദത്തിന് നൽകപ്പെടാൻ അർഹരല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ രണ്ട് കാര്യവും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ തൗഹീദ് ആവുകയുള്ളൂ. നഫിയും ഇസ്ബാത്തും ഒരുമിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് തൗഹീദ് പൂർണ്ണമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും പാഠങ്ങളാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തെ ആയത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തൗഹീദിനെ എങ്ങനെയാണ് വിശദീകരിച്ചത്? തൗഹീദിന്റെ രണ്ട് റുക്നുകൾ പറഞ്ഞുകൊണ്ടാണ്. റുക്നെ നമ്മൾ മുൻപ് വിശദീകരിച്ചത് കൊണ്ട് അത് കൂടുതലായി നമ്മൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി സ്വീകരിക്കുവാനും ബാത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് തള്ളിക്കളയാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അതിന്റെ കൂടെ ഉണ്ടോ? പക്ഷേ ഇതാണ് ബന്ധം.